എത്ര പമ്പന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാത്തിനും ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് കണ്ടുപിടിച്ച് അങ്ങോട്ട് പൊട്ടിക്കുക എന്നുള്ളതാണ്. ഈ ലോകകപ്പിലെ അജയരായ ഒരേ ഒരു ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ് അല്ലേ. ലീഗ് മത്സരത്തിലെ 4 ജയിച്ചു, സൂപ്പർ 8 എല്ലാ മത്സരവും ജയിച്ചു. ഇന്നിപ്പോൾ അവസാന മാച്ചായിരുന്നല്ലോ സിംബാബ്വേൻ്റെ അടുത്തെ. ഈസി വിജയം അല്ലെങ്കിൽ തകർപ്പൻ വിജയമൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അങ്ങനെയൊന്നും പറയാനില്ല. ഒന്ന് വിരകി, കാര്യമായ വിരകി. അവർക്കും കുറേ ബലഹീനതകളുണ്ട് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ മാച്ച് അവസാനിച്ചത്. ഓഫ് കോഴ്സ് കുറേ പ്രഗത്ഭരെയൊക്കെ അവർ പുറത്തിരുത്തി, പിയാൻസൺ, റബാഡേനെയൊക്കെ. എന്നാലും ഒന്ന് ആഞ്ഞു വിചാരിച്ചാൽ തീരാവുന്ന ടീമൊക്കെ തന്നെ സൗത്ത് ആഫ്രിക്കയെ ഉള്ളൂ. ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ 153 റൺസാണ് എടുത്തത്. സിക്കന്ദർ ആസ് ഓൾവേസ് ക്യാപ്റ്റനാണ്. എന്താ അയാളെക്കുറിച്ച് പറയാം. നമ്പർ 1 T20 ഓൾറൗണ്ടറാണ്, അറിയാലോ. ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. മുമ്പിൽ നിന്ന്, അതായത് ഈ അവസാന രക്തം വരെ പോരാടുക എന്നൊക്കെ പറയില്ലേ, അമ്മാരി ഒരു ചെന്നൈയാണ്. 43 ബോൾ 73, 8 4 4 6. പുള്ളീനെ മാറ്റി നിർത്തിയാൽ ക്ലൈവ് മഡാൻഡെ മാത്രമേ അവരുടെ നിരയിൽ പോരാടിയുള്ളൂ. ഈ ലോകകപ്പിൻ്റെ ഒരു താരമായ ബെന്നറ്റ് അടക്കം ഇന്ന് പരാജയമായിപ്പോയി. അതുകൊണ്ടൊക്കെയാണ് ആക്ച്വലി 153 ഒതുങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ 10 ഓവർ കഴിഞ്ഞപ്പോൾ 80 സംതിങ് ഒക്കെ റൺ ഉണ്ടായിരുന്നു. വിക്കറ്റ്സ് ഇങ്ങനെ പോകുന്നതുകൊണ്ടേ അതങ്ങോട്ട് മുതലാക്കാൻ പറ്റിയില്ല. ഒരു 170 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ റിസൾട്ട് മാറിയാനെ. 153 സൗത്ത് ആഫ്രിക്ക സിമ്പിളായിട്ട് ചേസ് ചെയ്യുന്നു വിചാരിച്ചു. കിണ്ണൻ ഡിക്കോക്ക് ഡക്ക്, മാർക്രം 4 വിക്കറ്റുകൾ പോകാൻ തുടങ്ങി. പിന്നെ റിക്കർട്ടൻ്റെയും ബ്രവിസിൻ്റെയും അടിയും അവസാനം സ്റ്റബ്സും ലിൻ്റെ ഇവരെല്ലാം കൂടിയാണ് ചെയ്തത്. 101-ന് 5 വിക്കറ്റ് പോയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയും വീഴാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ട്രെയിലർ കാണിച്ചിട്ടാണ് ഇന്നത്തെ മാച്ച് അവസാനിച്ചിരിക്കുന്നത്. ഇത് സൗത്ത് ആഫ്രിക്കയെ സെമിയിൽ നേരിടുന്ന ന്യൂസിലാൻഡിനൊരു ഊർജ്ജമായിരിക്കും. സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡാണല്ലോ സെമി. രണ്ടാമത്തെ സെമി ഇംഗ്ലണ്ടും ഇന്ത്യ ഓർ വെസ്റ്റ് ഇൻഡീസ്, അല്ല ഇന്ത്യ.